ഓക്കെ അല്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഇവിടെ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് വിജയസാധ്യത? ഞാൻ വന്നപ്പോഴൊക്കെ എന്താണ് വിജയസാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പത്മജ ചേച്ചി മത്സരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത്തവണ ഒരു ഉറപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഫലവത്താക്കണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും. അല്ല, അങ്ങനെ ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജയിക്കാൻ, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ ജയിച്ചത്. അല്ല, കഴിഞ്ഞ തവണ സുരേഷേട്ടൻ വന്നപ്പോഴാണ് അവർ തോറ്റത്. ഇത്തവണ സുരേഷേട്ടനോട് അവർ ജയിക്കുമോ? ഞാനും തോറ്റില്ലേ? അല്ല, അത് തോറ്റു. ഞാനും തോറ്റില്ലേ? അപ്പൊ അതിലൊന്നും കഴിഞ്ഞ തവണ അതിന് മുന്നലത്തെ തവണ എന്നൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യം വിലയിരുത്തി ജനങ്ങൾക്കൊരു സഞ്ചയ നീക്കമുണ്ട്. അവരുടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് പൊളിറ്റിക്സിന് അതീതമായിട്ട് ജനങ്ങൾ വോട്ടേഴ്സ് ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് ഇവിടെ അട്ടിമറി വിജയമായി ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഒരുപക്ഷെ നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യത്തിന് ഇവിടെ ബലമാകാൻ പോകുന്നത് അത് തന്നെയാണ്. അല്ല, അങ്ങനൊന്നും എന്നോട് ചോദിക്കരുത്. അവരുടെ ഒന്നും മനസ്സ് എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കാലികമായിട്ട് പ്രസക്തമായ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെയോ ഇന്നലത്തെയോ അല്ല. നാളെ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന വോട്ടറുടെ ഒരു പുതിയ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനാധിപത്യത്തിൽ, ഞാൻ ജയിച്ചു വന്നപ്പോഴെന്താണ് പറഞ്ഞത്? ഒരു അരാഷ്ട്രീയം വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അവരിനി ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും, ഇപ്പൊ കാണുന്നില്ലേ എന്താണ് ഈ പടലപ്പിണക്കം അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, അതിൽ നിന്ന് തിരിഞ്ഞ് ബ്രാഞ്ചസ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ അരാഷ്ട്രീയം തന്നെയാണ്. അപ്പൊ അതിനെ പിന്തുണയ്ക്കുന്ന വോട്ടിംഗ് ജനതയുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സത്യസന്ധരായ ഒരു പറ്റം ആൾക്കാർ ഒത്തുകൂടുന്നത്. ആ ദിശയിലേക്ക് വോട്ടേഴ്സിന്റെ നിശ്ചയം ഓടിയെത്തും. ശബരിമല അല്ല, ഒരു മിനിറ്റ് വേറെ കാര്യം ഒരു മിനിറ്റ്.